ഹായ് ഗായ്സ്, ഇന്ന് നമ്മളൊരു വെറൈറ്റി പുൽക്കൂടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു പഴയ 2 ടയർ അങ്ങ് എടുക്കുക. എന്നിട്ട് ഈ 2 ടയറും വെള്ളം വെച്ച് നന്നായിട്ട് ക്ലീനാക്കി അങ്ങ് എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ കുറച്ച് കോലാണ്. അപ്പോൾ ഇനി 60 സെൻറ്റിമീറ്ററിൻ്റെ 4 കോല് വേണം. അപ്പോൾ ഇനി മുറിക്കാല്ലേ. അപ്പോൾ ദാ 60 സെൻറ്റിമീറ്ററിൻ്റെ 4 കോല് നമ്മൾ മുറിച്ചിട്ടുണ്ട്. ഇനി ഒരു ടയർ അങ്ങ് എടുക്കുക. എന്നിട്ടൊരു പെയിൻറ്റും കൊണ്ട് 4 ഡോട്ട് അങ്ങ് ഇടുക, ഈ വീഡിയോ കാണുന്ന പോലെ. ഇനി മറ്റേ ടയറില്ലേ, അതതിൻ്റെ പൊക്കത്തോട്ട് കറക്റ്റായിട്ട് ഈ ലെവലിൽ അങ്ങ് വെക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് പറ്റും, ആ മറ്റേ പെയിൻറ്റ് ഇതിലിട്ട് അങ്ങ് പറ്റും. അപ്പോൾ കറക്റ്റ് അളവങ്ങ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഈ ഇട്ട ഡോട്ടുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഒരു ഓട്ടയാക്കണം. അപ്പോൾ ഓട്ടയാക്കല്ലേ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ടൂൾസൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളെനിക്ക് ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിട്ട എല്ലാ ഡോട്ടുകളിലും ഹോൾസ് ഇടണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ 2 ടയറിലും ഹോൾസൊക്കെ ഇട്ടു കേട്ടോ. ഇനി ഹോളിലൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കോലില്ലേ, അതങ്ങ് ഇറക്കി വെക്കാം. ഇനി മറ്റേ ടയറും ഈ കോലിലോട്ടങ്ങ് ഇറക്കി വെക്കാല്ലേ. അപ്പോൾ ദാ 2 ടയറും ആ കോലിലോട്ട് അങ്ങ് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പണി തുടങ്ങാം. ഇനി ഈ ടയറിലോട്ട് വൈറ്റ് പെയിന്റ് അങ്ങ് പൂശി കൊടുക്കാം. അപ്പോൾ ദാ നമ്മൾ വൈറ്റ് പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ ഒരു നൂലങ്ങ് എടുക്കുക. ഇനി നൂലും കൊണ്ട് ഇതാകണ്ടോ, ഈ സൈഡിലൊക്കെ ഇത് ഇങ്ങനെ അങ്ങ് കെട്ടി വെക്കുക. ഈ ഫ്രണ്ട് ഭാഗത്ത് മാത്രം കെട്ടണ്ട കേട്ടോ. വൈക്കോല് നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഇങ്ങനെ കെട്ടി വെച്ചേക്കണത്. ഇനി ഇതേപോലത്തെ 2 ചെറിയ കോലങ്ങ് എടുക്കുക. എന്നിട്ട് ഈ ടയറിൻ്റെ മേൾഭാഗത്ത് ഇത് ഇങ്ങനെ വെറുതെ ക്രോസ് പോലെ അങ്ങ് വെച്ചാൽ മതി, വൈക്കോല് താഴെ വീഴാണ്ടിരിക്കാനാട്ടോ. അന്ന് ഇനി നമുക്ക് വൈക്കോലിൻ്റെ പണി തുടങ്ങാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സൈഡിൽ കുറച്ച് തൂങ്ങി വെക്കണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇനി ഐറ്റംസ് ഒക്കെ വെക്കാമല്ലേ. അപ്പോൾ
ഫ്രണ്ട്സ്, ഈ ടയർ കൊണ്ട് ഉണ്ടാക്കിയ പുൽക്കൂട് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത ക്രിസ്മസിനെങ്കിലും ഈ സാധനം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി ഒന്ന് വാച്ച് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.